ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് അടപ്പായസമാണ്. അടിപൊളി ടേസ്റ്റിൽ ഒരു അടപ്രഥമൻ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. ഈ അടപ്രഥമൻ്റെ വീഡിയോ അല്പം ലെങ്ത് കൂടുതലാണ്. പായസം തയ്യാറാക്കുന്ന വിധം വളരെ വിശദമായി പറഞ്ഞതിനാലാണ് വീഡിയോയ്ക്ക് നീളം കൂടിപ്പോയത്. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. എന്നാൽ മാത്രമേ അടപ്രഥമൻ നല്ല സ്വാദിഷ്ടമായിട്ട് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കുവാൻ പറ്റൂ. അപ്പോൾ നമുക്ക് അടപ്പായസം തയ്യാറാക്കാം. അടപ്പായസം തയ്യാറാക്കുന്നതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൈദ അടയാണ് കേട്ടോ. 250 ഗ്രാമിൻ്റെ മൈദ അട. ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അതിനായിട്ട് ഈ കവറിൽ വെച്ച് തന്നെ നല്ലവണ്ണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് പൊടിഞ്ഞു വന്നോളൂ. കണ്ടോ, ഇതുപോലെ പൊടിഞ്ഞു കിട്ടും. ഇതിൽ വീണ്ടും വലിയ കഷ്ണങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് കൈ കൊണ്ട് പൊടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ അട ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു വലിയ പാത്രത്തിന്റെ പകുതി വരെ വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാം. ഈ അട വേവിച്ചെടുക്കാൻ ഇത്തിരി കൂടുതൽ വെള്ളം വയ്ക്കണം കേട്ടോ. ഇല്ലെങ്കിൽ അട വെന്ത് വരുമ്പോൾ തമ്മിൽ ഒട്ടിപ്പിടിക്കും. ഇതിപ്പോൾ ഞാൻ ഇവിടെ 3 ലിറ്റർ വെള്ളം വെച്ചിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വരട്ടെ. തീ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു 10 മിനിറ്റ് ആകുമ്പോൾ വെള്ളം തിളച്ചു വരും. അപ്പോൾ ആ സമയത്തേക്ക് നമുക്ക് പായസത്തിന് ആവശ്യമായ തേങ്ങാപ്പാൽ തയ്യാറാക്കുന്നതിന് വേണ്ടി തേങ്ങ ചിരുകിയെടുക്കാം. കണ്ടോ, ഈ സൈസിലുള്ള ഒരു തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് പൊട്ടിച്ച് ചിരുകിയെടുക്കാം. തേങ്ങ ചിരുകിയെടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി ഇതിൽ നിന്ന് നമുക്ക് പാല് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മുടെ വെള്ളം തിളച്ചോന്നൊന്ന് നോക്കാം. കണ്ടോ, 10 മിനിറ്റ് ആയി. വെള്ളം നല്ലപോലെ തിളച്ചു. ഇതിലേക്ക് നമുക്ക് അട ഇട്ട് കൊടുക്കാം. അട ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു 20 മിനിറ്റോളം തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് അട നല്ലവണ്ണം വേവിച്ചെടുക്കാം. അട തിളയ്ക്കുന്നതിനനുസരിച്ച് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഈ അട വെന്ത് വരുന്ന സമയത്തേക്ക് നമുക്ക് തേങ്ങാപ്പാൽ കൂടി തയ്യാറാക്കാം. അതിനായിട്ട് നമുക്ക് ഈ ചിരുകി വെച്ചിരിക്കുന്ന തേങ്ങയിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലവണ്ണം ഞരടി പിഴിഞ്ഞെടുക്കണം. ഇത് 1ാം പാലിനാണ്. നമ്മളിത് നല്ലവണ്ണം പിഴിഞ്ഞെടുക്കുമ്പോൾ ഒരു 2 ഗ്ലാസ് നല്ല കട്ടിപ്പാല് കിട്ടും. ഈ 1ാം പാല് അരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഒരു 4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നല്ലവണ്ണം ഞരടി പിഴിഞ്ഞെടുക്കുമ്പോൾ കട്ടി കുറഞ്ഞ 2ാം പാല് കിട്ടും. ഒരു 5 ഗ്ലാസ് പാല് വരെ നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് തേങ്ങാപ്പാല് മാറ്റി വെക്കാം. ഇനി നമുക്ക് അട എന്തായെന്ന് നോക്കാം. ഇതിപ്പോൾ 20 മിനിറ്റോളമായി. അട നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഈ അടയിലെ വെള്ളമൊക്കെ വാർന്നു പോകാൻ വേണ്ടി ഒരു വലിയ അരിപ്പയിലോ കണ്ണാപ്പയിലോ ഊറ്റാൻ വയ്ക്കാം. ഈ അട ഊറ്റിയെടുക്കുമ്പോൾ തണുത്ത വെള്ളത്തിലാണ് ഊറ്റിയെടുക്കാൻ കേട്ടോ. തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കണം. എന്നിട്ടാണ് വെള്ളം വാർന്നു പോകാൻ വേണ്ടി വയ്ക്കേണ്ടത്. അപ്പോൾ അടയുടെ വെള്ളമൊക്കെ വാർന്നു വരുന്ന സമയത്തേക്ക് നമുക്ക് ചൗവരി വേവിച്ചെടുക്കാം. ഞാനിവിടെ 100 ഗ്രാം ചൗവരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ചൗവരി വേവിക്കുന്നതിന് വേണ്ടി നമുക്ക് അടികട്ടിയുള്ള ഒരു പാത്രത്തിൽ 1/4 ഭാഗം വെള്ളം വെച്ച് ഹൈ ഫ്ലെയിമിൽ തിളപ്പിക്കാം. ഇതിപ്പോൾ വെള്ളം തിളച്ചു. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കിയ ചൗവരി ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ചൗവരി വെന്ത് കിട്ടാൻ ഇത്തിരി സമയമെടുക്കും കേട്ടോ. ഏകദേശം ഒരു 45 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ തിളപ്പിക്കണം. എന്നാലേ ചൗവരി വെന്ത് കിട്ടുള്ളൂ. അതുമാത്രവുമല്ല, ചൗവരി വേവിക്കാനും വെള്ളം ഇത്തിരി കൂടുതൽ എടുക്കണം. ചൗവരി വെന്ത് വരുമ്പോൾ കുറുകും. അതുകൊണ്ട് 100 ഗ്രാം ചൗവരി വേവിക്കുന്നതിന് 1 ലിറ്റർ വെള്ളമെങ്കിലും എടുക്കണം കേട്ടോ. ഞാൻ ഇവിടെ 1 ലിറ്റർ വെള്ളമാണ് എടുത്തത്. മറ്റൊരു കാര്യമുള്ളത്, ചൗവരി തിളച്ചു തുടങ്ങിയാൽ അതിനടുത്ത് ആള് വേണം കേട്ടോ. ഇല്ലെങ്കിൽ ചൗവരി പൊങ്ങി പാത്രത്തിന് വെളിയിൽ പോകും. ഈ പാലൊക്കെ തിളച്ച് കളയും പോലെ പാത്രത്തിൽ നിന്ന് തിളച്ച് പൊങ്ങി വരും. അപ്പോൾ തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുത്താൽ മതി. ഈ ചൗവരി വെന്ത് വരുന്ന സമയത്തേക്ക് നമുക്ക് അടപ്രഥമന് ആവശ്യമായ ശർക്കര ഉരുക്കിയെടുക്കാം. ഞാനിവിടെ 250 ഗ്രാം അടയ്ക്ക് 600 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ശർക്കര ചെറിയ കഷ്ണങ്ങളായി പൊടിച്ചെടുക്കാം. അപ്പോൾ പെട്ടെന്ന് മെൽറ്റായി കിട്ടും. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് തീ കത്തിക്കാം. ഹൈ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് കൊണ്ട് ശർക്കര നല്ലപോലെ മെൽറ്റായി വരും. ശർക്കര നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. ഈ സമയം നമ്മുടെ ചൗവരി കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കണം. അതും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. കണ്ടോ, ഇതിപ്പോൾ ശർക്കര കട്ടയൊക്കെ അലിഞ്ഞ് നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി തീ ഓഫ് ചെയ്യാം. നമുക്ക് മെൽറ്റായ ശർക്കര പാനി മാറ്റി വയ്ക്കാം. ഇനി പായസം തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു ഉരുളി അടുപ്പിൽ വെച്ചിട്ട് തീ കത്തിക്കാം. ഉരുളി ചൂടായി വരുന്നുണ്ട്. ഇനി നമുക്കൊരു 4 ടേബിൾ സ്പൂൺ നെയ്യ് ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് തിളച്ചു കഴിഞ്ഞാൽ തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് തിളച്ച നെയ്യിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് വറുത്തെടുക്കാം. ഈ തേങ്ങാക്കൊത്ത് തയ്യാറാക്കുന്നതിന് ഒരു ചെറിയ കഷ്ണം തേങ്ങ പൊട്ടിച്ചെടുത്തിട്ട് ചെറുതായി അരിഞ്ഞെടുത്താൽ മതി കേട്ടോ.
മീഡിയം ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് ആകുമ്പോൾ തേങ്ങാക്കൊത്ത് ചെറിയ ബ്രൗൺ കളറായി വരും, ഇതുപോലെ. ഇനി നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ചേർത്ത് കഴിഞ്ഞാൽ തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. അണ്ടിപ്പരിപ്പിന് ഒരു ചെറിയ ബ്രൗൺ കളർ ആവുമ്പോൾ ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലവണ്ണം ഇളക്കി വറുത്തെടുക്കാം. ഒരു 3 മിനിറ്റ് കൊണ്ട് തന്നെ ഇതെല്ലാം നല്ലപോലെ മുരിഞ്ഞ് കിട്ടും കേട്ടോ. നമുക്കിതെല്ലാം ഒരുമിച്ച് വറുത്തെടുത്താൽ മതി, പ്രത്യേകം എടുക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോ നല്ലവണ്ണം മുരിഞ്ഞു കണ്ടോ. ഇനി നമുക്കിത് കോരി മാറ്റി വെക്കാം. അപ്പോൾ നമുക്കിനി ഈ നെയ്യിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നെയ്യ് തിളച്ച് വരുമ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന അട നെയ്യിലേക്കിട്ട് ഇളക്കി കൊടുക്കാം. ഈ നെയ്യെല്ലാം നല്ലവണ്ണം അടയിൽ പിടിക്കത്തക്ക രീതിയിൽ ഇളക്കി കൊടുക്കാം. ഒരു 30 സെക്കൻഡ് ഇളക്കിയാൽ മതിയാവും കേട്ടോ. അപ്പോഴത്തേക്കും ഈ നെയ്യെല്ലാം അടയിൽ നല്ലവണ്ണം പിടിക്കും. കണ്ടോ, ഇതിപ്പോ നെയ്യെല്ലാം അടയിൽ നല്ലവണ്ണം പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഈ അടയിലേക്ക് അരിച്ച് ഒഴിച്ചു കൊടുക്കാം. ശർക്കര അരിച്ച് തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ശർക്കരയിൽ കല്ലും കട്ടയും ഒക്കെ കാണാം, അപ്പോൾ അതുകൊണ്ട് അരിച്ച് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഈ ശർക്കര പാനി അടയിൽ പിടിച്ച് കുറുകി വരണം, അപ്പോൾ അതിനായിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. തീ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരുന്നാൽ മതി, കൈയെടുക്കാതെ നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഒരു 5 മിനിറ്റ് ആകുമ്പോൾ തന്നെ ശർക്കര കുറുകി അടയിലെല്ലാം നല്ലവണ്ണം പിടിക്കും. നമുക്ക് ഈ പായസത്തിന്റെ മധുരം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു മതി കേട്ടോ. എന്നിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. കണ്ടോ, ഇതിപ്പോ 5 മിനിറ്റ് ആയി. ശർക്കര കുറുകി അടയിലെല്ലാം നല്ലവണ്ണം പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങയുടെ 2ാം പാല് ചേർത്ത് കൊടുക്കാം. 2ാം പാല് 5 ഗ്ലാസ് പാലുണ്ട്. ഈ 2ാം പാലും തീരെ കട്ടി കുറഞ്ഞ പാലല്ല, അത്യാവശ്യം കട്ടിയുള്ള പാലാണ്. ഇനി നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഒരു 20 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തീ കത്തിച്ച് തിളപ്പിക്കാം. അപ്പോഴേക്കും ഈ 2ാം പാല് നല്ല തിളച്ച് കുറുകി വരും. അപ്പോൾ ഈ 2ാം പാല് തിളച്ച് വരട്ടെ. നമുക്ക് നമ്മുടെ ചവ്വരി എന്തായെന്ന് നോക്കാം. കണ്ടോ, ഇത് മതി. ചവ്വരി വെന്ത് പരുവമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ പായസം ചെറുതായി കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചവ്വരി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കൈയെടുക്കാതെ നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. അടപ്പായസത്തിന് ചവ്വരി നിർബന്ധമാണ് കേട്ടോ. ചവ്വരി ഉണ്ടെങ്കിൽ അടപ്പായസം പെട്ടെന്ന് കുറുകി വരും. മാത്രവുമല്ല, ഈ ചവ്വരി പായസത്തിന് മുകളിൽ പൊങ്ങി കിടക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. പവിഴമുത്ത് കിടക്കും പോലെ തോന്നും. നല്ല ഭംഗിയാണ് പായസം കാണാൻ. അതുപോലെ തന്നെ പായസം കുടിക്കുമ്പോൾ ചവ്വരിയൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റുമാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 10 ഏലക്ക ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഏലക്ക പൊടി ഉണ്ടെങ്കിൽ പൊടി ചേർത്താലും മതി. ഏലക്കയുടെ മണവും ടേസ്റ്റുമെല്ലാം പായസത്തിന് ഒരു പ്രത്യേകതയിലേക്ക് കൊണ്ടുപോകും. കണ്ടോ, പായസം കുറുകി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്തിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. നെയ്യ് കൂടുതൽ വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമേ ചേർക്കുന്നുള്ളൂ. കൈയെടുക്കാതെ നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. കണ്ടോ, പായസം കുറുകി വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും തേങ്ങാക്കൊത്തുമെല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി നല്ലവണ്ണം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇതിപ്പോ 20 മിനിറ്റ് ആയി. കണ്ടോ, പായസം കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ 1ാം പാല് ഒഴിച്ചു കൊടുക്കാം. 1ാം പാല് നല്ല കട്ടിയുള്ള പാലാണ്. ഇനി നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഈ 1ാം പാല് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി അങ്ങ് തിളപ്പിക്കേണ്ട കാര്യമില്ല കേട്ടോ. കൈയെടുക്കാതെ ഇളക്കി നല്ലവണ്ണം യോജിപ്പിച്ച് ഒന്ന് തിളച്ച് വരുമ്പോൾ തീ ഓഫ് ചെയ്യണം. ഇത് കണ്ടോ, 1ാം പാൽ ഒഴിച്ചതിന് ശേഷം നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. പായസം നല്ല കുറുകി വന്നിട്ടുണ്ട്. കണ്ടോ, തിളച്ചു തുടങ്ങി. ഇനി ഒന്ന് നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അടപ്പായസം റെഡി ആയിട്ടുണ്ട്. സ്വാദിഷ്ടമായ ഒരു വിഭവമാണ് കേട്ടോ അടപ്പായസം. നമ്മൾ സദ്യക്കൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ്. വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒന്നാണ് കേട്ടോ അടപ്പായസം തയ്യാറാക്കുന്നത്. കറക്റ്റ് അളവുകളിൽ എല്ലാ ചേരുവകളും ചേർത്ത് തയ്യാറാക്കിയാൽ ഇതുപോലെ അടിപൊളിയായിട്ട് അടപ്പായസം തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും അടപ്പായസം തയ്യാറാക്കുമ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കണേ. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. ഈ ചാനൽ പുതുതായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിയാൽ ഞാനിടുന്ന പുതിയ വിഭവങ്ങളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും.
നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുവാനും മറക്കല്ലേ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്മ മാത്രം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. ഓക്കെ.